യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാന് മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധ നിർമ്മാണവും പരീക്ഷണവും ആണവ സമ്പുഷ്ടീകരണവും പൂർണ്ണമായി നിർത്തിവയ്ക്കണം. മിസൈലുകൾ യുദ്ധരംഗത്ത് വിന്യസിക്കുന്നതും പരീക്ഷണവും നിർമ്മാണവും നിർത്തിവയ്ക്കണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ സൂക്ഷിക്കാനാവില്ല എന്ന നിലപാടും ട്രംപ് പങ്കുവച്ചു. We're looking for all of the things that we've been talking about. We want to see no nuclear bomb, no nuclear weapon, not even close to it, low key on the missiles. We want to see peace in the Middle East. We want the nuclear dust. We're going to want that, and I think we're going to get that. We want no enrichment, but we also want the enriched uranium. If this happens, it's a great start for Iran to build itself back, and it's everything that we want. And it's also great for Israel, and it's great for the other Middle Eastern countries, Saudi Arabia, UAE, Qatar, all of them, Kuwait and Bahrain in particular, so it's great for all of them. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാന് മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ട്രംപ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചില നീക്കങ്ങൾ നടന്നിരുന്നു. ആ നീക്കങ്ങൾ നടന്നിരുന്നത് ഈ യുദ്ധം 5 ദിവസത്തേക്ക് നിർത്തിവെക്കുക എന്നൊരു നിലപാടാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അത്തരത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് യുദ്ധം നിർത്തിവെക്കുന്നത് ട്രംപ് പറഞ്ഞെങ്കിലും ചർച്ചകൾ നടന്നിട്ടില്ല എന്നൊരു നിലപാടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ കൃത്യമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകളിൽ പരാമർശിച്ചതുപോലെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് ആണവായുധ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കണം. ആണവായുധ നിർമ്മാണത്തിനുള്ള പരീക്ഷണങ്ങളും ആണവ പരീക്ഷണങ്ങളും എല്ലാം തന്നെ നിർത്തിവെക്കണം. അതുപോലെ തന്നെ മിസൈലുകളുടെ പ്രയോഗം, അതായത് മിസൈലുകൾ പരീക്ഷിക്കുന്നതും നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ അത് വിന്യസിക്കാൻ സജ്ജമാക്കുന്നതുമായ സംവിധാനങ്ങളെല്ലാം തന്നെ കർശനമായി നിർത്തിവെക്കണം എന്ന സാങ്കേതിക പദമാണ് ലോക്കി എന്ന ടേമിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണത്തെ പൂർണ്ണമായും നിർത്തിവെക്കണം. സമ്പുഷ്ടീകരിച്ച ആണവ സംവിധാനങ്ങൾ, അതായത് യുറേനിയം അവിടെ ഇറാനിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന മാനദണ്ഡങ്ങൾ വീണ്ടും അദ്ദേഹം കർശനമായി ആവർത്തിക്കുകയാണ്. മറ്റൊരു പ്രധാന വിഷയം കൂടി പറഞ്ഞത്, അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ അത് സ്വാഭാവികമായും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമായിരിക്കും. അവിടെ ശാശ്വതമായ സമാധാനം പുലരാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്ന നിലപാടും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 5 ദിവസം തുടർ ചർച്ചകൾ നടക്കുന്നത് ഒരു അന്തിമഘട്ട ചർച്ചകളെല്ലാം ഇസ്ലാമാബാദിൽ പോലും നടക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ആണവായുധം പൂർണ്ണമായും ഇല്ലാതാക്കുകയും മിസൈൽ സംവിധാനങ്ങൾ ആക്രമിക്കുന്ന തങ്ങളുടെ രാജ്യത്തെയും അയൽ രാജ്യങ്ങളെയും ആക്രമിക്കാൻ സജ്ജമാക്കിയേക്കാവുന്ന മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കുക, ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക എന്ന അമേരിക്ക നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ആ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന നിലപാടാണ് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത്.